മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണേ. മൺചട്ടിയിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത്, 1 സബോള അരിഞ്ഞത്, 2 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത്, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് തിളപ്പിക്കുക. തക്കാളിയും സബോളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിത് അങ്ങനെ ഉടച്ചെടുക്കുന്നില്ല. അതായത് ഇപ്പോൾ തക്കാളിയും സബോളയും ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു നുള്ളു ജീരകമാണ്. ഇത് ശരിക്കും തമിഴ് ആൾക്കാരുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തമിഴ് ആൾക്കാർ ഇതിനകത്ത് ധാരാളമായിട്ട് ജീരകം ചേർക്കും. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് സാമ്പാറിൽ അങ്ങനെ അധികം ജീരകം ചേർക്കാറില്ല. പക്ഷേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള്, അതായത് ഒരു 2-3 മണി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4-5 വറ്റൽമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ഇതേപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വെന്ത് വരണമായിട്ട് അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്തതല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇത് ഉടച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല വരിക, നല്ല കട്ടിയായിട്ടുള്ള ഒരു ചാറ് പോലെയാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ, അതായത് ദോശയോ ഇഡ്ഡലി മാവോ, നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ടുള്ള ഇഡ്ഡലി സാമ്പാർ. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ സൂപ്പർ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ഉണ്ടാക്കുന്നത്. പരിപ്പ് ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, പ്രത്യേകമായിട്ട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സാമ്പാറിൻ്റേത് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. വെള്ളം പരുവത്തിലല്ല നമുക്ക് വേണ്ടത്, നമ്മൾ നല്ല കട്ടി സാമ്പാർ പോലെ ഇതിങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ നല്ല സാമ്പാറിൻ്റെ രുചിയിലേക്ക് ഇത് വരും. അപ്പോൾ എളുപ്പമല്ലേ ഈ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.